അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആഹാ, അബു ആമി, സുബഹിക്ക് ബാങ്ക് കഴിയുമ്പോഴെങ്കിലും എണീറ്റിരുന്ന് പഠിക്കണമെന്ന് എത്ര പറഞ്ഞാലും രണ്ടിൻ്റെയും ചെവി കയറത്തില്ല. നേരം വെളുത്തില്ലല്ലോ അമ്മ, ഇച്ചിരി കൂടെ കിടക്കട്ടെ. ആഹാ, മര്യാദക്ക് എണീറ്റോ, അല്ലെങ്കിൽ ഞാൻ രണ്ടിൻ്റെയും തലയിൽ കൂടെ വെള്ളം കമഴ്ത്തും. എണീറ്റേ എണീറ്റേ മോനെ, എണീക്ക. എണീക്ക് മച്ചാ, മണി 6 കഴിഞ്ഞു. നേരം വെളുത്താ എന്നിട്ട് നീ ഇപ്പോഴാണ് വിളിക്കുന്നത്? മച്ചയുടെ ചെവിക്കുമല്ല കുഴപ്പമുണ്ടോ? ഞാൻ എത്ര തവണ വിളിച്ചു. അതങ്ങനെ സുബഹി നിസ്കരിക്കുന്ന പതിവൊന്നും എൻ്റെ ഭർത്താവ് ഹനീഫ സാഹിബിനില്ലല്ലോ. ഒന്ന് പോടി മെമ്പറെ, നിന്റെ നിസ്കാരം മുഴുവൻ ഇപ്പോ എൻ്റെ അക്കൗണ്ടിലാ പടച്ചോ മരുന്ന് വെച്ചിരിക്കുന്നത്, അറിയോ നിനക്ക്? അത് ശരിയാ, പക്ഷെ അത് എൻ്റെ ഭർത്താവ് മുടക്കിയ നിസ്കാരത്തിന്റെ കണക്കാണെന്ന് മാത്രം. ഇവിടെ ബാത്റൂം ഉണ്ടായിട്ട് നിനക്ക് പന്നീര് തളിക്കാൻ വേറെ സ്ഥലമൊന്നും കണ്ടില്ലേ വെച്ചേ? അത് ചെത്തിയാൻ ഉപ്പിലിടും. ഇവിടെ മൂത്രന്നായിരുന്നു ഉമ്മച്ചി. പോടി. തുടങ്ങി തുടങ്ങി. കുളിച്ച് വേഗം സ്കൂളിൽ പോകാൻ നോക്കൂ കുഞ്ഞുങ്ങളെ. ദേ അവിടെ കിടന്ന് തല്ല് പിടിച്ചാൽ ഞാനിപ്പോ അങ്ങോട്ട് വരും. എണീറ്റ് കുളിക്കുക. നേരത്തെ പറഞ്ഞേ, ചന്തവസമാണെന്ന് ഓർത്തോണം. മെമ്പറേ, എന്റെ ലോണിന്റെ കാര്യം എന്തായി? പാടത്ത് പൂട്ടും വിതയും തുടങ്ങണമെങ്കിൽ ഈ രാഘവന്റെ കൈ ചില്ലി കാശില്ല. ഞാൻ രാഘവേട്ടനെ കാണാനിരിക്കുകയായിരുന്നു. കോപ്പറേറ്റീവ് ബാങ്കിൽ കൊടുത്ത പറ്റുചീട്ടേ കഴിഞ്ഞ കൊല്ലത്തെയാ. അതാ അവരങ്ങ് മാറ്റിവെച്ചേ. പുതിയ കരമടച്ച രസീതും കൊണ്ട് ഉച്ചയാവുമ്പോ പഞ്ചായത്തിലോട്ട് പോര്. ഞാൻ അപ്പൊ തന്നെ ബാങ്കിൽ വിളിച്ച് പറഞ്ഞേക്കാം. എന്നാ താന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ വില്ലേജിൽ പോയി കരം തീർത്തേച്ച് വരാം. ശരി ഏട്ടാ. അതേത്താ, ഈ കിഴക്കേ റോഡിലെ ഒറ്റ സ്ട്രീറ്റ് ലൈറ്റും കത്തുന്നില്ല. കോളനിക്കാർ പരാതിയോട് പരാതി. ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തെന്റെ പ്രകാശ. ആ ലൈൻമാൻ തങ്കപ്പൻ 24 മണിക്കൂറും ഷാപ്പില. ഞാൻ പറഞ്ഞാലൊന്നും അവൻ കേക്കത്തില്ല. കൈമടക്ക് കിട്ടാത്ത കോളല്ലേ. ഇനി ഏയെ കണ്ട് പറയുകയെ നിവർത്തിയുള്ളൂ. എത്ര ബൾബ് വേണ്ടി വരും? ഒരു 5-6 വേണ്ടി വരും. അത്രയല്ലേ ഉള്ളൂ. അത് നമുക്ക് ശരിയാക്കാം. വള്ളം വിടരുത് കുഞ്ഞേട്ടാ, അതേ നമ്മുടെ മെമ്പർ വരുന്നുണ്ട്. കേറ് മെമ്പറേ. അത് പിന്നെ എത്രയാന്ന് വെച്ചാ മെമ്പറെ ഞാൻ സഹിക്കുക. ഇന്നലെ അധികം വീട്ടിലുണ്ടാക്കിയ പുകലി ചില്ലറയൊന്നും അല്ല. കിട്ടുന്നത് മുഴുവൻ ഷാപ്പിൽ കൊടുക്കാനേ തികയൂ. എത്ര എണ്ണത്തിന്റെ കണ്ണും ജീവനും എടുത്ത കള്ളു ഷാപ്പാ അത്. മെമ്പറെ പോലുള്ളവരുണ്ടായിട്ടും അവിടെ ഇങ്ങനെ വാറ്റും വിൽപ്പനയും നടക്കുന്നത് കുറെ അന്ധകരണമാ. അതേ റസിയ, കിഴക്കുമുറിയിൽ അങ്ങനെ ഒരു ഷാപ്പ് വന്നേ പിന്നെയാ എന്റെ ചെറുക്കനും പഴിച്ചു പോയത്. കയ്യിൽ കെട്ടുന്നത് പോരാഞ്ഞിട്ട് നാട് നീളെ കടവുക. ഞാൻ പോയി ഒരു ദിവസം കക്ക വാരിയില്ലേലേ ഞങ്ങൾ 4-5 വയറ് പട്ടിണിയാകുന്ന സ്ഥിതിയാ മോളെ. നിങ്ങൾ പറഞ്ഞ പരാതികൾ തന്നെ ഈ പഞ്ചായത്തിലെ മൊത്തം സ്ത്രീകൾക്കും. ഞാനിത് പലതവണയായി പഞ്ചായത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാ? ആലപ്പുഴ റേഞ്ച് മുഴുവൻ ആ കുര്യച്ചൻ്റെ കയ്യിലാണ്. അയാളുടെ ഷാപ്പ് പൂട്ടിക്കണമെങ്കിൽ എക്സൈസ് ഓഫീസിൽ പരാതി കടലാസുമായി പോയിട്ടൊന്നും ഒരു കാര്യവുമില്ല. അവരൊക്കെ അയാളുടെ കീശയിലാ. നമ്മൾ സ്ത്രീകൾ സംഘടിക്കണം. സമരപ്പന്തൽ കെട്ടിയാൽ മാത്രം പോരാ, അവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കാൻ ആളുണ്ടാവണം. റസിയാക്കോച്ച് എന്താ വേണ്ടതെന്ന് പറഞ്ഞാ മതി. എവിടെ കൊടി പിടിക്കാനേ ഞങ്ങൾ തയ്യാറാ. അത് മതി.
എന്നാൽ പിന്നെ നീട്ടണ്ട. അടുത്ത ദിവസം തന്നെ കിഴക്കുമുറി ഷാപ്പിന്റെ മുമ്പിൽ നമ്മൾ സമരപ്പന്തൽ കെട്ടിയിരിക്കും. ആ ശരി എന്നാ. ശരി മെമ്പറെ. വരട്ടെ. അല്ലച്ചോ, ഇത്തവണ പെരുന്നാളിന് മെത്രാച്ചനുണ്ടാവില്ലല്ലേ? ഉണ്ടാവും. ആ, അത് മതി. അച്ചോ. റാസ് എന്തായാലും പൊടി പിടിക്കണം. ഒന്ന് നിൽക്കണേ. എന്നാ ഞാൻ പോട്ടെ അച്ചോ. ആയിക്കോട്ടെ. അതെ, അച്ഛന്റെ ഒരു സഹായം അടിയന്തരമായി വേണമായിരുന്നു. തീർച്ചയായും. സഹായവും സേവനവുമല്ലേ ഒരു വൈദികന്റെ കടമകൾ. എന്നെ കൊണ്ട് പറ്റാത്തൊന്നും റസിയെ ചോദിക്കില്ല എന്ന് എനിക്കറിയാം. മറ്റൊന്നുമല്ലച്ചോ, ആ കിഴക്കുമുറി ഷാപ്പിന്റെ കാര്യമാ. അച്ഛനൊന്ന് മുന്നിൽ നിന്നാ മതി, കാര്യങ്ങൾ എളുപ്പമാവും. എന്താന്ന് വെച്ചാൽ റസിയെ പ്ലാൻ ചെയ്തോളൂ. ഏത് സമരപ്പന്തലിലേക്കും റസിയെ വിളിച്ചാൽ ഈ അച്ഛൻ വന്നിരിക്കും. ശരി അച്ചോ. ശരി, കർത്താവ് അനുഗ്രഹിക്കും. ശരി എന്നാ. പഞ്ചായത്തിലെ കാര്യല്ലേ? അതെ, മീൻ കച്ചവടമൊക്കെ നന്നായി നടക്കുന്നില്ലേ? പ്രസിഡന്റ്, ഈ പറഞ്ഞത് പിൻവലിച്ചില്ലെങ്കിൽ ഞങ്ങൾ പ്രതിപക്ഷം അതിനെതിരെ ശക്തമായി പ്രതികരിക്കും. നന്നാവും. എടോ, താൻ പുളുത്തും. താൻ എങ്ങനെ പ്രതികരിച്ചാലും പിൻവലിക്കുന്ന പ്രശ്നമില്ല. അതെ. അല്ല, അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ. താൻ ബോർഡ് പഞ്ചായത്തിൽ വരുമ്പോ പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ദുര്യോധന ഭീമനും പോലെയാ. പക്ഷെ പുറത്തോട്ടിറങ്ങിയാലോ അടയും ചക്രയും. ഹലോ 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 ബഹുമാനപ്പെട്ട സ്വതന്ത്രൻ ഒന്നിരുന്നാട്ടെ. ഞങ്ങൾ എന്താ പിന്നെ തല തല്ലി കീറണോ? എടോ, ഞാനും ഈ സക്കറിയായി ആശാമ്പുള്ളിക്കൂടത്തിൽ തുടങ്ങിയ ബന്ധവാ. അതെ. രാഷ്ട്രീയം രണ്ടായി പോയത് കൊണ്ട് ഞങ്ങളെ ബന്ധം തൂത്തുകൊടച്ച് കളയണമെന്നാണോ താനീ പറയുന്നത്? അയ്യോ, വേണ്ട വേണ്ട, രണ്ടുപേരും കൂടെ ഈ പഞ്ചായത്ത് ശരിക്കും അങ്ങ് തൂത്തുവായിരുന്നു. അല്ല പിന്നെ വസുമതിയെ, ഇവരെ രണ്ട് പാർട്ടിക്കാരെ എടുക്കാത്തതിന്റെ ചുരുക്കം. എന്തോ ആകട്ടെ, റസിയ നിങ്ങളുടെ പാർട്ടി തന്നെയല്ലേ? എന്നിട്ടും റസിയയുടെ വാർഡിലെ അപേക്ഷയൊക്കെ പ്രസിഡന്റ് മനഃപൂർവ്വം മുക്കിയതല്ലേ? അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? കാര്യം ഇവര് രണ്ടും ഒരു പാർട്ടിയാണെങ്കിലും റസിയ വളർന്നു വരുന്നത് പ്രഭാകരേട്ടന് സഹിക്കുവോ? ഇപ്പൊ ജനപ്രീതി റസിയക്കല്ലേ? സൈലൻസ് സൈലൻസ് സൈലൻസ്. അതെ, പടിഞ്ഞാറ്റിങ്കര പഞ്ചായത്തിന്റെ ആയുഷ്കാല പ്രസിഡന്റ് ആയിരുന്നു മരിക്കാവുന്നേ എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ല. ഇല്ലേ വസുമതി? പ്രസിഡന്റ്, റസിയ മെമ്പർ വരുന്നുണ്ട്. റസിയ വരുന്നെങ്കിൽ ഞാനെന്താ വേണം? തല ഉദ്ദേശിക്കണോ? നമസ്കാരമുണ്ട്. ഓ, ആഹാ, ഇന്ന് എല്ലാവരും ഉണ്ടല്ലോ. അതേതായാലും നന്നായി. എനിക്കൊരു കാര്യത്തിന്റെ തീരുമാനം അറിയാനുണ്ടായിരുന്നു. എനിക്കറിയാം, ഷാപ്പിന്റെ കാര്യമല്ലേ? അത് പൂട്ടിക്കാന്നൊക്കെ വെച്ചാലേ ഉപ്പാപ്പൻ കളിയാണെന്നാണോ റസിയുടെ വിചാരം? എന്റെ റസിയ, സർക്കാരിന് ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വ്യവസായമാണ് കള്ള് കച്ചവടം. 4, 3, 7 തെങ്ങും പനയും ചെത്തിയാ കിട്ടുന്ന മരനീരും ഉണ്ടെന്നും കേരളം മുഴുവൻ കള്ള് വിളമ്പാൻ പറ്റത്തില്ല. അപ്പൊ അളവിനും വീര്യത്തിനും ഇത്തിരി സ്പിരിറ്റും കഞ്ചാവും ഒക്കെ ചേർക്കേണ്ടി വരും. അതൊക്കെ എല്ലാ കള്ളുകൂടിയന്മാർക്കും അറിയാം. കൊള്ളാം. പ്രസിഡന്റ് എത്ര നിസ്സാരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. കുട്ടനാട്ടിലെ ഒരു ഷാപ്പിലും വിഷക്കള്ള് വിപ്പിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യമൊക്കെ ശരിയാ, പക്ഷേ ഷാപ്പ് വിഷയത്തിൽ സമദൂരം പാലിക്കാനാ പാർട്ടിയുടെ തീരുമാനം. ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന് ഒരു എതിർപ്പില്ല. ഉണ്ടോ? ഇല്ല. എന്നാ കേട്ടോളൂ, ഇക്കാര്യത്തിൽ പാർട്ടി പറയുന്നതല്ല എനിക്ക് പ്രധാനം, എൻ്റെ മനസാക്ഷി പറയുന്നതാ. അല്ല, മെമ്പർ ഇപ്പൊ പറഞ്ഞത് എനിക്ക് താലൂക്ക് കമ്മിറ്റിയിലേക്ക് റിപ്പോർട്ട് ചെയ്യാമല്ലോ. ഓ, ആയിക്കോട്ടെ. ഒരു പഞ്ചായത്ത് മെമ്പറെ കവിഞ്ഞ് റസിയയ്ക്ക് വേറെ ആഗ്രഹങ്ങളൊന്നും ഇല്ല എൻ്റെ പ്രഭാരേട്ടാ. വസുമതി, നന്നാവും. നീ വേഗം പോയിട്ട് വാ. ഇങ്ങനെ എത്ര നാൾ നിനക്ക് അവരെ സഹായിക്കാൻ കഴിയും റസിയ? ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ചികിത്സയ്ക്ക് രൂപ എത്ര വേണമെന്ന് നിന്റെ വിചാരം? അറിയാം, എന്നാലും നമുക്കാവുന്നിടത്തോളം. അച്ഛാ, പിള്ളേര് തനിച്ചാണേ, ഞാൻ വരാൻ വൈകും. ശരി പ്രകാശ. ശരി മച്ചാ. അയ്യോ,
സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല. ഇരുട്ടി തുടങ്ങി. എന്നാ ഞാൻ ഇറങ്ങട്ടേക്കാ. എല്ലാം ശരിയാവും കേട്ടോ. നേരം വല്ലാണ്ട് ഇരുട്ടിയല്ലോ മോളെ. ഏതായാലും ഞാൻ വന്ന് പാളം കടത്തി വിടാം. അയ്യോ വേണ്ട കിഴക്കൂന്നുള്ള ഷട്ടിലിന്റെ സമയമാ. വേണ്ടിക്ക. പ്രകാശൻ ഓട്ടോയും കൊണ്ട് പാളത്തിന്റെ അപ്പുറം നിപ്പുണ്ട്. ഞാൻ പൊക്കോളാം. എന്നാ വൈകണ്ട, മോള് ചെല്ലേ. ശരിക്ക. ആ ഹനീഫയും കുഞ്ഞുങ്ങളെയും തിരക്കിയതായിട്ട് പറയണേ. പറഞ്ഞേക്കാം. ആരാ ആരാ ആരാണെന്നാ ചോദിച്ചേ? നോക്കിയേ, ആരാ ആരാണെന്നാ ചോദിച്ചേ? നോക്കിയേ, എന്താ ഇവിടെ ഇരിക്കുന്നേ? അയ്യോ, എന്താ ഒന്നും മിണ്ടാത്തേ? അയ്യോ, ട്രെയിൻ വരുന്ന സമയമായത്. എണീറ്റേ. മോൾ എന്നെ കണ്ടിട്ടില്ല എന്ന് വിചാരിച്ച് നടന്നോളൂ. ഞാൻ വരില്ല. ട്രെയിൻ വരുന്നു. എണീറ്റേ. ഇല്ല ഇല്ല, ഞാൻ വരില്ല. അങ്ങനെ പറയല്ലേ. എണീറ്റേ. എണീക്ക്. നമുക്ക് പുറത്ത് പോയിട്ട് സംസാരിക്കാം. എണീറ്റേ. എന്നെ പിടിച്ചോളൂ. ആ അങ്ങനെ വേഗം എണീറ്റോളൂ. നടന്നോളൂ നടന്നോളൂ. വരൂ. എന്തിനായി കടുങ്കൈ ചെയ്തത്? വേറെങ്ങും പോകാനിടമില്ലാത്തവർക്ക് ഇത് തന്നെ വഴി. അതെന്താ? മോള് പോയിക്കോ. എന്നെ ഇവിടെ എങ്ങും കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചാ മതി. മോള് പോയിക്കോ. അതെ, ഇപ്പൊ എന്റെ കൂടെ വന്നേ. വന്നേ. ഇനി വരുന്നത് നമുക്ക് പിന്നെ ആലോചിക്കാം. വന്നേ. പ്രകാശ, പെട്ടിയെടുത്തോണേ. ആരത്? അത് അതെ, ഇത് വല്ലാത്തൊരു കാല റസ്യ. ആരാ എന്താണെന്നറിയാതെ. അത് ലക്ഷ്മിയമ്മ, ഏതോ ഒരു ഇല്ലത്തെയാ. ഞാൻ അതിൽ കൂടുതലൊന്നും അന്വേഷിച്ചില്ല. അല്ല, അത് ഞാൻ എന്ത് ചെയ്താലും മച്ച എൻ്റെ കൂടെ നിന്നിട്ടേ ഉള്ളൂ. ഞാൻ എതിർപ്പ് പറഞ്ഞതല്ല, പക്ഷേ ഇത് നമ്മുടെ ഉമ്മയ്ക്കായി ഗതികേട് വന്നിരുന്നെങ്കിലോ. ഞാനിപ്പോൾ വരാം മച്ച. കൊച്ചങ്ങടെ മുറിയാ, അതാ ഇങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കുന്നേ. വസ്ത്രം മാറ്റി കിടന്നോളൂ. വരൂ. അയ്യോ, ദാ
ഉറക്കം വരുന്നോ? ഉമ്മ എന്തിനാ ഞങ്ങളുടെ കുറിയാ തള്ളക്ക് കൊടുത്തേ? ഓ, തള്ളയല്ല മോനെ, അത് മുത്തശ്ശി. പ്രായം ചെന്നവരെ നമ്മൾ ബഹുമാനിക്കണ്ടേ? നമ്മുടെ വീട്ടിൽ വന്നവരെ നമ്മൾ നന്നായി നോക്കണ്ടേ? അതെ. മിണ്ടണ്ട, കിടന്നോളൂ. ഉമ്മയുടെ മക്കള് നല്ല കുഞ്ഞുങ്ങളാ. ഉറങ്ങിക്കോ. തിരുവല്ലായിലെ ഒരു ഇല്ലത്തേക്ക് എന്നെ വേളി കഴിച്ചുകൊണ്ട് പോയത്. വേളി കഴിഞ്ഞ ശേഷം എൻ്റെ നമ്പൂരിക്ക് വിഭ്രാന്തിയാണെന്നറിയണത്. എന്താ ചെയ്യുക, 1.5 ആണ്ട് തീ തിന്ന് കഴിഞ്ഞു. ഒരു ദിവസം കാലത്ത് അദ്ദേഹം എന്നെ വിട്ടുപോയി. അതോടെ ആ ഇല്ലത്തെ സ്ഥാനവും ഇല്ലാതായി. തിരിച്ച് എൻ്റെ ഇല്ലത്ത് വന്നപ്പോൾ അവിടെ ആർക്കും എന്നെ വേണ്ട. പിന്നീട് ഞാൻ പല ഇല്ലങ്ങളിലും അടുക്കളപ്പണിയെടുത്ത് ജീവിച്ചു. പണിയെടുക്കാൻ വയ്യാണ്ടായപ്പോൾ ആർക്കും എന്നെ വേണ്ടാണ്ടായി. പ്രായമായില്ലേ, എല്ലാ വാതിലും അടഞ്ഞപ്പോഴാണ് കുട്ടിയെ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാമെന്ന് നിരീച്ചത്. പോട്ടെ. എവിടുന്നാ? പടിഞ്ഞാറ്റിൻകരയെന്ന് വരിക. ഇവിടുത്തെ ലക്ഷ്മിയമ്മ എൻ്റെ വീട്ടിലുണ്ട്. ആ, എന്തിനാ കുട്ടി വന്നേന്ന് എനിക്കിപ്പ ബോധ്യായി. ലക്ഷ്മിയമ്മയെ ഞങ്ങൾ കൈവിട്ടുന്നും അതുകൊണ്ട് ഇനിയെങ്കിലും നോക്കണമെന്നല്ലേ? എൻ്റെ കുട്ടിയെ, ഇല്ലത്തെ അവസ്ഥ അറിയാത്തവരെ അങ്ങനെയൊക്കെ പറയൂ. നിത്യവൃത്തി തന്നെ ഒരു തര. പാടവും പുരയിടവും ഒക്കെ അന്യാധീനായി. ആകെ ബാക്കിയായത് അസ്ഥിപഞ്ജരം പോലത്തെ ഈ വീടാ. വെയ്പ്പും കുടിയൊക്കെ ഒന്നരാടം നടന്ന ആ ഭാഗ്യം, അത് മൂത്ത മരുമോന്റെ സൗജന്യം കൊണ്ട്. അവന്റെ വാക്കാ ഇല്ലത്തെ അവസാനത്തേത്. ആരാ രാത്രിയെ അകത്ത്? ആളനക്കം കേട്ടുല്ലോ. ലക്ഷ്മിയുടെ മൂത്തയേട്ടനാ, എന്റെ നമ്പൂരിയ. കാഴ്ചയില്ല, എന്നാലും ഒരിടത്ത് അടങ്ങിയിരിക്കില്ല. ആഹാ, കണ്ണ് തെറ്റിയ കാണില്ല. എവിടെയെങ്കിലും പിടച്ചു വീണ ഇട്ട് തടവാൻ തൈലും കുഴമ്പൊക്കെ ഇല്ലത്തെ അലമാരയിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കല്ലേ. എന്നെ കൊണ്ട് എന്തിനാ ഇങ്ങനെ പറയിപ്പിക്കണേ? വന്നേ ഇങ്ങോട്ട്. കുട്ടിയോളി മൂത്തവള വാസന്തി. അവളുടെ താഴെ പിന്നെയുണ്ട് 4 എണ്ണം. ഇവിടെ കിടന്ന് നരകിച്ചപ്പോ ഓരോന്നും ഓരോ വഴിക്ക് പോയി. അതൊക്കെ ദണ്ണ സഹിക്കില്ല. എന്തിനാ വല്ലവരെയും കൂടെ പറഞ്ഞ് സങ്കടപ്പെടുത്തണേ?
വേണ്ട അബു, മുത്തശ്ശി പാവമല്ലേ. നീ പോടി, അവളുടെ ഒരു പാവം. മുത്തശ്ശിക്ക് വേദനിക്കോ അബു? വേദനിക്കട്ടെ, അവരെന്തിനാ നമ്മള് മുറി കയറി കിടക്കണേ? ഇനി നീ മുത്തശ്ശി വിളിക്ക്. എനിക്ക് വയ്യ. നിനക്കോ ഞാൻ തന്നെ വിളിക്കാം. മുത്തശ്ശി. എന്താ കുട്ടിയെ? ഒന്നിങ്ങ് വന്നേ, ഒരു സൂത്രം കാണിച്ചു തരാം. ഓ ദാ വരണോ. പെട്ടെന്ന് വാ. വേണ്ട അബു. മുത്തശ്ശി ഇതിലേ വാ. അതില്. ആ. അയ്യോ ഈശ്വര. അയ്യോ പറ്റിച്ചേ പറ്റിച്ചേ പറ്റിച്ചേ. പിടിക്കുമോ? പതുക്കെ ഞാൻ എഴുന്നേറ്റോളാം. വിട് വിട് വിട്. അയ്യോ ദാവം വീണു. പോയി പിടിക്കൂ പിടിക്കൂ. ഓ അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ വേണം. അയ്യോ എന്താ കുട്ടിയെ പറ്റിയേ? എന്താ പറ്റിയ? നോക്കട്ടെ. ഓ സാരമില്ല, വരൂ 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 കേട്ടോ. ഇവിടെ ഇരിക്കൂ, നോക്കട്ടെ. നോക്കട്ടെ നോക്കട്ടെ. ഓ പൊട്ടിയിട്ടുണ്ടല്ലോ. സാരമില്ല കേട്ടോ. അമ്മ വന്നിട്ട് ഇത്തിരി തൈലം ഇട്ട് മുത്തശ്ശി ഒഴിഞ്ഞു തരാം കേട്ടോ. സാരമില്ല. ഓ സാരമില്ല. വേദനിച്ചോ? അയ്യോടാ കുട്ടാ, മുത്തശ്ശിക്ക് വേദനിച്ചൊന്നുമില്ല. കുട്ടന് വേദനിച്ചില്ലല്ലോ. പോട്ട്, സാരമില്ല സാരമില്ല കേട്ടോ. മോളു, ഇവിടെ അടുത്തെവിടെ ക്ഷേത്രമുള്ളേ? ഞാൻ കൊണ്ടുപോമ്മേ, ഇവിടെ അടുത്തുണ്ട്. ഓ ആ നാരായണ. അമ്മ ചെന്ന് തൊഴുതേച്ച് വരൂ. ഈ നമ്പൂരിത്തള്ളില്ലേ ഇപ്പൊ ഇവരുടെ വീട്ടിലാ താമസം. രാഷ്ട്രീയക്കാരിയല്ലേ കേട്ടാ. ഹിന്ദുക്കളുടെ 10 വോട്ട് കൂടുതലിട്ടാനുള്ള പരിപാടിയാണ്. ഇതൊക്കെ നമുക്കറിയത്തില്ല. പണ്ട് പണ്ട് അങ്ങ് ദൂരെ ഒരു രാജ്യത്ത് ഒരു രാജാവും ഒരു രാജ്ഞിയും കുറേ പ്രജകളും ഉണ്ടായിരുന്നു. ഈ പ്രജകൾ എന്ന് പറഞ്ഞ എന്താ മുത്തശ്ശി? ഓ, ഈ മണ്ടൻ ഒന്നും അറിയില്ല. പ്രജകൾ എന്ന് പറഞ്ഞ രാജ്യത്ത് താമസിച്ചിരുന്ന ആൾക്കാർ. അത് തന്നെ. എന്നിട്ട് അവരങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ഭയങ്കര മഴക്കാലം വന്നു. മഴ പെയ്ത് 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 നാട് മുഴുവനും മുങ്ങി. എന്നിട്ട് ആ രാജ്യത്തെ കൃഷിയെല്ലാം നശിച്ച് ആൾക്കാരെല്ലാം പട്ടിണിയായി. ആർക്കും ഒന്നും കഴിക്കാനില്ല. ഓരോരുത്തരായി മരിച്ചു തുടങ്ങി. ഒത്തിരി പശുക്കളും ആടുകളും മനുഷ്യരും എല്ലാം പട്ടിണി മൂലം ചത്തുപോയി. ഇതെല്ലാം കണ്ട് സഹിക്കാൻ പറ്റാതെ രാജാവ് മാളികയുടെ മോളിന്ന് എടുത്തൊരൊറ്റ ചാട്ടം. അയ്യോ പാവം. എന്നിട്ട് രാജാവ് മരിച്ചു. രാജാവിൻ്റെ ഭാര്യ രാജ്ഞിക്ക് ഭയങ്കര സങ്കടമായി. അവരും മരിക്കാൻ തീരുമാനിച്ചു. മരിച്ചു. രാജ്ഞി ഒരു വലിയ പാറയുടെ മോളിൽ കയറി താഴേക്ക് ചാടാൻ തുടങ്ങുമ്പോൾ അവരെ പുറകേന്നൊരു ദേവത വന്ന് പിടിച്ചു. എന്നിട്ട് പറയാ, ചാടണ്ട, നിങ്ങൾക്ക് വേണ്ടുന്ന വെള്ളവും ഭക്ഷണവും എല്ലാം ഞാൻ തരാം, എൻ്റെ കൂടെ പോന്നോളൂന്ന്. അങ്ങനെ ബലമായിട്ട് പിടിച്ച് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. രാജ്ഞി ഇപ്പോഴും ഉണ്ടോ? രാജ്ഞി ഇപ്പോഴും സുഖമായിട്ട് ആ ദേവതയുടെ കൂടെ കഴിയാ. രാജ്ഞിക്ക് മക്കളില്ലേ മുത്തശ്ശി? രാജ്ഞിക്ക് മക്കളൊന്നുമില്ല. ആ രാജ്ഞിക്ക് വേറെ ആരും ഇല്ലായിരുന്നോ? എല്ലാരും വെള്ളപ്പൊക്കത്തിൽ മരിച്ചുപോയി. രാജ്ഞി. മുത്തശ്ശിക്ക് ആരുമില്ലേ? പിന്നെ മുത്തശ്ശിക്ക് മകനുണ്ട്, മകളുണ്ട്, പേരക്കുട്ടികളുണ്ട്. എല്ലാരും മുത്തശ്ശിക്കുണ്ട്.
മുത്തശ്ശിനി എങ്ങോട്ടും പോണ്ട, ഞങ്ങളുടെ കൂടെ തന്നെ നിന്നാ മതി. മുത്തശ്ശി ഞങ്ങൾക്ക് വലിയ ഇഷ്ടാ. ഇല്ല, മുത്തശ്ശി ഇനി എങ്ങോട്ടും പോണില്ല. നിങ്ങളുടെ കൂടെ തന്നെ നിക്കാട്ടോ. സിന്ദൂരാരണ വിഗ്രഹം ത്രിണയനാം മാണിക്യമൗലിപുര താരാനായകശേഖര സ്മിതമുഖീ മാപീനവക്ഷോരുകാം പാണിഭ്യാമളിപൂർണ രത്നശകം രക്തോൽപലം വിഭ്രതീം സൗമ്യാം രത്നകടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം ധ്യായേത് പത്മാസനത്താം വികസിതവദനാം പത്മപത്രായ ദാക്ഷീം ഹേമാപാംബീതവസ്ത്രാം കരകലിതലതത്സേമ പത്മാം വരാംഗീം സർവാലങ്കാരയുക്താം സതതമഭേദാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാ ശാന്തമൂർത്തിം സകലസുരനിതാം സർവസമ്പത്പ്രദാത്രീം സകുങ്കുമലേവനാമളികചുംബിതൂരികാം സമന്തഹസിതേഷണാം സതരജാപകാശാങ്കുശാം അശേഷജനമോഹിനീം മരണമാല്യപുഷോജ്വലാം ജപാകുസുമഭാസുരാൻ ജപവധോ സ്മരേദംബികാം അണിമാതിഭിരാവൃതാം മയൂഖൈ അഹമിത്യേവ വിഭാവയേ മഹേശീം. ശ്രീമാതാ ശ്രീമഹാരാജ്ഞി ശ്രീമത്സിംഹാസനേശ്വരി ചിദക്തികുണ്ടസംഭൂത ദേവകാര്യസമന്വിത ഉദ്ദിൽപാനസഹസ്രാവ ചതുർബാഹുസമന്വിത അതെ, മുത്തശ്ശി പ്രാർത്ഥിച്ചോട്ടെ, ശല്യം ചെയ്യല്ലേ. ശബ്ദം ഉണ്ടാക്കരുത്. ആഹാ, രമണിയോ? അല്ല രസിയാത്ത, അകത്താരാ നാമം ജപിക്കുന്നേ? വാ, ആളെ പരിചയപ്പെടുത്തി തരാം. അമ്മേ, ഇത് ലക്ഷ്മിക്കുട്ടി അന്തർജനം. പക്ഷെ ഇപ്പോഴെന്റെ അമ്മയാ, അല്ലേ അമ്മേ? പിന്നെ അമ്മ ഇത് രമണി, എന്റെ കൂട്ടുകാരിയാ, അടുത്ത സ്കൂളിലെ ടീച്ചറാ. ഓ അല്ല രസിയാത്ത, ഇപ്പൊ വരാം അമ്മേ. പറയാം, വരും. ഞാൻ എതിർക്കും. എന്തിനേയും എതിർക്കും. എതിർപ്പിന്റെ വഴിയാണ് ഞങ്ങളുടെ പാർട്ടിയുടേത്. അത് വേണ്ട, അതൊന്നും ഇവിടെ പറ്റില്ല. സൈലൻസ്, സൈലൻസ്, സൈലൻസ്. അതെ, കിഴക്കുമുറി ഷാപ്പിന്റെ മുന്നിൽ കൊടി പിടിച്ചോണ്ട് ഇരിപ്പുണ്ട് ഇപ്പോഴും കുറെ നാട്ടുകാരും പാർട്ടിക്കാരും. ഈ പറഞ്ഞ റസിയ ഇതുവരെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? എത്ര പെട്ടെന്ന് ഇയാൾ പ്ലേറ്റ് തിരിച്ചു വെച്ചത്. ഇന്നലെ വരെ കുര്യച്ചന്റെ കൂടെ പാർട്ടിയാ. അതെ, ജനവികാരം മനസ്സിലാക്കിയപ്പോഴാ പ്രസിഡന്റ് കാലുമാറിയത്. റസി തന്നെയല്ലേ ആക്ഷൻ കൗൺസിലറിന്റെ പ്രസിഡന്റ്? റസി എന്ത് ചെയ്യുന്നു ഞങ്ങൾക്ക് ഇപ്പൊ അറിയണം, അല്ലേ? ഏതോ നമ്പൂരിത്തള്ളയുടെ രക്ഷകർത്താവ് ചമന്ന് നടക്കല്ലയോ. വസുമതിയേ, നന്നാവും. ഞാൻ എന്ത് നമ്പൂതിരിക്കാര്യത്തിന് പോയാലും സമരത്തിന്റെ കാര്യങ്ങൾ വൃത്തിയായി ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. എന്താണ് അങ്ങ് ചെയ്ത ഈ ഫോളോ അപ്പ്? കുര്യച്ചനെതിരെ ആലപ്പുഴ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഷാപ്പ് പൂട്ടി സീൽ വയ്ക്കാനുള്ള ജില്ലാ കോടതിയുടെ ഉത്തരവും നമ്മൾ വാങ്ങിയെടുത്തിട്ടുണ്ട്. പോരെ? പിന്നെ പ്രഭാരേട്ടനോടൊരു കാര്യം, ഒരമ്മമാരെയും തള്ളേന്ന് വിളിച്ച് തള്ളിക്കളയരുത്. കല്ലും വാക്കും ഒരിക്കലും തിരിച്ചു വരില്ല, പക്ഷെ സ്നേഹവും കാരുണ്യവും തിരിച്ചു വരികയും ചെയ്യും. പ്രഭാരേട്ടൻ അത് മറന്നു പോകരുത്. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. ആഹാ, അമ്മ ഇവിടെ നിപ്പുണ്ടായിരുന്നോ?
എന്റെ കുട്ടിയെ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. അമ്മയുടെ പ്രാർത്ഥനയ്ക്കും എൻ്റെ നിസ്കാരത്തിനും ഭാഷയുടെ വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ. പടച്ചോന്റെ മുമ്പിൽ ഒക്കെ ഒന്ന് തന്നെയല്ലേ. ഈ ചന്ദനക്കുറിയും തുളസിക്കതിരും ഒക്കെ വെച്ച് ഈ സുന്ദരി അമ്മയെ കാണാനാ എനിക്കിഷ്ടം. എന്റെ ലച്ചൂട്ടിയേ. വാ മുത്തശ്ശി, നമുക്ക് പോത്തിനെ കത്തിക്കാം. വേണ്ട മോളെ, മുത്തശ്ശി ഇവിടെ ഇരുന്ന് കണ്ടോളാം. നിങ്ങൾ കത്തിച്ചോ. ഇന്നത്തെ പതിവില്ലാത്തൊരു ആഘോഷം. വിഷു ഒക്കെ അല്ലേ മച്ചാ. പിന്നെ ഇപ്പൊ ഇവിടെ അമ്മയുണ്ടല്ലോ. പിള്ളേരെ ഇന്ന് തന്നെ കത്തിച്ച് തീർക്കല്ലേ, നാളെ കൂടെ വെച്ചേക്കണം. പറഞ്ഞതൊക്കെ മറക്കാതെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അയ്യോ ഇല്ല, ഒന്ന് മാത്രം കിട്ടിയില്ല. ഒരുപാട് അന്വേഷിച്ചു, പക്ഷെ അത് മാത്രം കിട്ടിയില്ല. എന്താപ്പാ അത്? അതെ, ഭാര്യയുടെ സ്നേഹം. അത് നീ എവിടെ കൊണ്ടുപോയി മൊത്തമായി വിറ്റ് കളഞ്ഞില്ല. എന്റെ മച്ചാ, അറവ് കത്തി കടയെ വെച്ചിട്ടേ പോരാവൂ, ഇങ്ങനെ കുത്തരുത്. ഞാനൊന്ന് മേലായിട്ട് വരാം, നീ ചോറെടുത്ത്. പതുക്കെ പതുക്കെ വീടല്ലേ അമ്മേ. ആ ഇനിയിപ്പോൾ പടി വരുന്നുണ്ട്. ആ പിടിച്ചോളൂ, കാലെടുത്ത് വെച്ച്. ആ കണ്ണു തുറക്കരുതേ. ദേ ഇനി അമ്മ കണ്ണു തുറന്നേ. തുറക്കുന്നേ. എന്താ അമ്മേ കണ്ണു തുറക്കാത്തേ? എന്താ അമ്മേ? എന്താ? എന്റെ രാധയെ കണ്ടിട്ട് മതി എനിക്ക് കൃഷ്ണദർശനം. എന്റെ മനസ്സറിയണ ഭഗവാനും അത് തന്നെ ഇഷ്ടം. എന്റെ ഭഗവാനെ, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ഇതാണ് ഷഹാദത്ത് കലിമ. ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തേതാണ് ഷഹാദത്ത് കലിമ. ആട്ടെ, ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും എത്രയാണെന്ന് പറയാമോ? ഞാൻ പറയാം ഉസ്താദേ. ഇസ്ലാം കാര്യങ്ങൾ 5ഉം ഈമാൻ കാര്യങ്ങൾ 6ഉം. മെടുക്കി, നീ അബൂനെ തോൽപ്പിക്കും. ഇനി ഭക്ഷണം കഴിച്ചിട്ടാകാം, വിളമ്പി വെച്ചിട്ട് കുറേ നേരമായി. സൽക്കാരം അല്ലെങ്കിലും ചായലൊതുക്കുന്ന പതിവ് റസിയാക്ക് ഇല്ലല്ലോ. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാ നാസ്ത കഴിക്കാതെ ഞാൻ ഇങ്ങോട്ട് പോരുന്നു. ആ അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ അമ്മയ്ക്ക് വേണ്ടി ഒരുക്കിയതാ വിഷുക്കണി. അത് ശരിയാണല്ലോ, ഞാനത് മറന്നു. എവിടെ റസിയുടെ അതിഥി? അമ്മേ ഇവിടെ ഉണ്ട്. ഇതാണ് അമ്മേ സുബൈർ ഉസ്താദ്. കുട്ടികളെ ഓത്ത് പഠിപ്പിക്കുന്ന ഉസ്താദാ. ഓ, വന്ന വിവരം ഞാൻ അറിഞ്ഞു. സുഖല്ലേ? ഓ, യാ അല്ലാഹ്.
പിന്നെ റസിയ, മറന്നു പോകുന്ന ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണെന്ന് മാത്രം കൂട്ടിക്കോളൂ. ഇന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ ഏറ്റവും ശ്രേഷ്ഠയായ വനിത ഒരുപക്ഷെ റസിയായിരിക്കും. പക്ഷേ നമ്മൾ മറ്റുള്ളവരോട് കരുണയും സഹാനുഭൂതിയും പ്രകടിപ്പിക്കുന്നത് ഒരിക്കലും റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ കൽപ്പനകളെയും വിശ്വാസങ്ങളെയും തള്ളിപ്പറഞ്ഞാകരുത്. വിഷുക്കണിയും കൃഷ്ണവിഗ്രഹവും അതല്ലേ കാര്യം? അതെ, അതൊരു കാര്യം തന്നെയാണ്. ഇസ്ലാം അനുശാസിക്കുന്ന വിശ്വാസ രീതികൾ അത് പെടില്ല എന്ന് മാത്രമല്ല, വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്നത് മതവിരുദ്ധാണ്. ദീനും നമസ്കാരമുള്ള റസിയയ്ക്ക് ഞാനിതൊക്കെ ചൂണ്ടിക്കാണിച്ചു തരേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഇസ്ലാം മത വിശ്വാസികൾ മാത്രമാണ് പടച്ചോന്റെ സൃഷ്ടികളെന്ന് ഞാൻ കരുതുന്നില്ല ഉസ്താദെ. എല്ലാ മതക്കാരും റബ്ബിന്റെ സന്തതികൾ തന്നെയാണ്. നമ്മളെപ്പോലെ തന്നെ അന്യരുടെ മതവിശ്വാസങ്ങളും പ്രധാനപ്പെട്ടതല്ലേ ഉസ്താദെ? അവരുടെ വിശ്വാസങ്ങളെ ഞാൻ ഒരിക്കലും നിന്ദിക്കില്ല. അതിന്റെ പേരിൽ ഇസ്ലാം എനിക്ക് കാണിച്ചു തന്ന ദീനിന്റെ മാർഗം ഞാനൊട്ട് ലംഘിക്കേയില്ല. ഒരു മുസ്ലിം ഭവനത്തിൽ വിഗ്രഹം പൂജിച്ചു വെച്ചിരിക്കുന്നതിന്റെ പൊരുത്തക്കേട് ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അത് പൊരുത്തക്കേടാണോ ഉസ്താദെ? പൊരുത്തമല്ലേ, മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തം. നാളെ ഒരിക്കൽ ആ സാധു ഈ വീട് വിട്ടു പോകുമ്പോൾ ആ വിശ്വാസങ്ങളും ആചാരങ്ങളും അവരോടൊപ്പം പോവുകയും ചെയ്യും. അതുവരെ ആ ഉണ്ണിക്കണ്ണനും ഈ വീട്ടിലൊക്കെ ഓടിക്കളിച്ച് നടന്നോട്ടെ ഉസ്താദെ. റസിയെ സങ്കടപ്പെടുത്താൻ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആ കാഴ്ച അങ്ങ് മറക്കുന്നു. അല്ലെങ്കിലും എതിർപ്പിന്റെ സ്വരം അല്ലല്ലോ ഇസ്ലാമിൻ്റെത്. അസ്സലാമലൈക്കും. വാലേക്കും സ്ലാം. ഞങ്ങള് ഹനീഫ കാണാനാ വന്നത്. എന്താണാവോ? ഒരു മിനിറ്റ് ഒന്ന് ഇറങ്ങി വന്നേ. ഓ, നോക്ക് പോരാ. ഡോ, നമ്മുടെ കൂട്ടത്തിൽ വലിയ മിസ്കീനുകള്. ആ അന്യജാതിക്കാരി തള്ളയെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞു വിടാൻ നോക്ക്. ഇനി അവിടെ ആരെയെങ്കിലും താമസിപ്പിച്ചേ പറ്റൂന്നാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ നാളെ തരാം. അതിപ്പോ അല്ല റസിയ. എന്താ താൻ പറഞ്ഞ റസിയ കേക്കില്ലേ? അതല്ല, ഇതേണ്ടേ ഇതേ ചൊല്ലി വല്ല പൊല്ലാപ്പും ഉണ്ടായ ഞങ്ങൾ ആരും ഉണ്ടാവില്ല. ഉള്ള കാര്യം പറഞ്ഞേക്കാം. ആ പെണ്ണും പിള്ളയുടെ ഓക്കേടെ. അമ്മേ, എവിടമ്മ റസിയാത്ത? പഞ്ചായത്തിലേക്ക് പോയിരിക്കുക. ആ, അമ്മയുടെ മുട്ടുവേദന എങ്ങനെയുണ്ട്? ആ, ഒരു ഇത്തിരി കുറവുണ്ട് മോളെ. വരുന്ന വഴിക്ക് അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാ. എന്താ അത്? ധന്യന്തരം കുഴമ്പാ. ആ, നന്നായി. എന്നാ ഞാൻ പോയിട്ട് വൈകിട്ട് വരാം. കൂട്ടിയേ. ഒന്ന് നിന്നേ. ഞാൻ രാവിലെ വീട്ടിൽ പോയിരുന്നു. കുട്ടികളുടെ ഉച്ചക്കഞ്ഞിയുടെ കാര്യം എന്തായി? ഞാനത് പഞ്ചായത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഉടനെ ശരിയാവും. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. രാവിലെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ഒരു തുളസിമാല തന്നു വിട്ടിരുന്നു അമ്പലത്തിൽ കൊടുക്കാൻ. ഇവിടെ നിന്നാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വാങ്ങാനൊരു വൈമനസ്യം. നീ അതിങ്ങ് തന്നേര്. അമ്മയോട് പറയണ്ടേ, അമ്മ വിഷമിക്കും. ശരി. പൊട്ട് വെച്ച് തരട്ടെ, പൊട്ട് വെച്ച് തരട്ടെ, പൊട്ട് വെച്ച് തരാം, പൊട്ട് വെച്ച് തരാം, പൊട്ട് വെച്ച് തരാം. നോക്കിയേ, ദാ സുന്ദരി കുട്ടിയായില്ലേ? സുന്ദരി കുട്ടിയായില്ലേ? മാമ, അമ്മായി വന്നില്ലേ? റസിയ, ആ തള്ള ഇവിടെ പാർപ്പിച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടത്തിൽ ആർക്കും പിടിച്ചിട്ടില്ല. നീ അവരെ എവിടെയെങ്കിലും കൊണ്ട് കളയാൻ നോക്ക്. ബഷീർക്ക് ഇങ്ങനൊന്നും പറയരുത്.
ഒരു മനുഷ്യജീവിയുടെ കാര്യമല്ലേ? പെട്ടെന്നൊരു ദിവസം വന്ന് പുറത്ത് കളഞ്ഞേക്കെന്നൊക്കെ പറഞ്ഞാ നിന്റെ മാത്രം താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുകയാണെന്നൊരു ഓർമ്മ വേണം. അനുഭവിച്ചോണം വരുന്നതിന്റെ ഒക്കെ ബാക്കി. കണ്ട കാഫറുകളൊക്കെ കയറ്റി വെച്ചിരിക്കുന്നു. റസിയ, നിന്റെ ആങ്ങളെ പറയുന്നതിലും അല്പം കാര്യമുണ്ട്. നമ്മുടെ ബുദ്ധിമുട്ട് പോട്ടെ, ഈ ഇറച്ചിയും മീനൊക്കെ വെച്ച് പെരുമാറുന്ന വീട്ടിൽ താമസിക്കുക എന്ന് പറയുമ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോ മച്ചി അത് തന്നെയാ പറയുന്നല്ലേ? ഞാനതൊരു ദോഷമായിട്ട് പറഞ്ഞതല്ല. പക്ഷേ ഇനിയും അമ്മയെ ഇവിടെ താമസിപ്പിക്കുന്നത് അത്ര പന്തിയല്ല റസിയ. നമ്മുടെ ആ ബാലൻ മാഷ് പറഞ്ഞ സ്ഥലത്ത് അമ്മയെ കൊണ്ടുപോയി താമസിപ്പിച്ച ഇവിടത്തേലും സന്തോഷമായിട്ട് അവരവിടെ കഴിഞ്ഞോളും. അത് കണ്ട പോരെ എനിക്ക്? പ്രകാശ, അതെ, ഒരു കാര്യം ചെയ്യണേ. ഈ മാല കൊണ്ടുപോയി വിറ്റേക്ക്. എന്തിനാ ഇത്? അമ്മയെ മാതൃസ്ഥാനത്തിൽ കൊണ്ടാക്കുമ്പോഴേ കുറച്ച് പൈസ അവിടെ കൊടുക്കേണ്ടി വരും. ചെല്ല്, വേഗം പോയിട്ട് വാ. മോളൂട്ടി എന്നെ പറഞ്ഞേക്കാൻ പോവാ. അയ്യോ, അങ്ങനെ പറയില്ലേ അമ്മേ. ഈ ഉളുമ്പുനാറ്റവും ചോരക്കറിയൊക്കെയുള്ള വീട്ടിൽ അമ്മ ഒരുപാട് ബുദ്ധിമുട്ടുന്നില്ലേ? എൻ്റെ മോളെ കാണാണ്ട്. അതുകൊണ്ടല്ലേ അമ്മേ ഇവിടെ അടുത്തുള്ള സ്ഥലത്തേക്ക് തന്നെ അമ്മ പോകുന്നത്. എനിക്ക് അമ്മയെ ദിവസവും വന്ന് കാണാമല്ലോ. ഉറങ്ങിയില്ലേ? ഇല്ലിക്ക, ഉറക്കം വരുന്നില്ല. അല്ല, എനിക്കറിയാം. പെട്ടെന്ന് പിരിയാന്നൊക്കെ പറയുമ്പോ നെഞ്ചിനകത്ത് എന്തോ ഒരു പിടച്ചിൽ പോലെ. നീ ഉറങ്ങാൻ നോക്ക്. മച്ച കിടന്നു. അമ്മ വരും.
ദാ ഇവിടെ ഒരു ഒപ്പിട്ടെ. ശരി, ആയിക്കോട്ടെ. സ്വാമി. ഓ റസിയ, ഞാൻ കേട്ടിടത്തോളം റസിയയുടെ ജീവിതം നന്മ പുലർത്താനുള്ള ഒരു പ്രയത്നമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനം വലിയൊരു തുക കരുതൽ ധനമായി വാങ്ങാതെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതും. ഇത് ഞങ്ങൾക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധിയാണ്. പോരെ? സ്വാമിയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും വേണം. തീർച്ചയായും. പോയി വരൂ. ശരി സ്വാമി. പോട്ടെ അമ്മേ. ഞാൻ വരാം. യശസ്സുകൾ കാണാൻ കണ്ണില്ലേ? സ്നേഹത്തിനതിരുകളുണ്ടോ? മണ്ണിൽ കരുണയ്ക്കു മതിലുകളുണ്ടോ? കരളിന്റെ കൂട്ടിലേ അമ്മക്കിളി.
വന്നവന്റെ കൂടെ അല്ലാഹുവുണ്ടെന്നോദിയ മാനവ മതമിവിടെ. ധർമ്മമഖിലമുപേക്ഷിച്ചിന്നിൽ അഭയം തേടൂ നീ. നിനക്കു ഞാനുണ്ടെന്നായി മൊഴിഞ്ഞ ഗീതാസാരമിവിടെ. സ്നേഹത്തിനതിരുകളുണ്ടോ മണ്ണിൽ, കരുണയ്ക്കു മതിലുകളുണ്ടോ? കരളിന്റെ കൂട്ടിലെ അമ്മക്കിളി എന്നെ കൈവിട്ടു പറന്നകലുമ്പോൾ. കരളിന്റെ കൂട്ടിലെ അമ്മക്കിളി എന്നെ കൈവിട്ടു പറന്നകലുമ്പോൾ. നെഞ്ചിലെ ജീവശ്വാസമേതോ പ്രാണന്റെ കൂട്ടിലേറുമ്പോൾ എങ്ങനെ ഞാനുറങ്ങും? ഇനി എങ്ങനെ ഞാനുണരും? കരളിന്റെ കൂട്ടിലെ അമ്മക്കിളി. സന്തോഷകരമല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ മനുഷ്യരെല്ലാവരും ഇങ്ങനെയാണ്. റസിയ, ഈ ആശ്രമത്തിലെ അന്തേവാസികളിൽ ഏറിയ പങ്കും സ്വന്തക്കാരാലും ബന്ധുക്കളാലും തഴയപ്പെട്ടവരാണ്. നാട്ടിലെയും വിദേശത്തെയും തിരക്കിൽ ജീവിക്കുന്നവരുടെ അമ്മമാർ ഏതെങ്കിലും ഒരു തിരുവോണ നാളിൽ അവർക്കൊരു ബന്ധു വിസിറ്ററായി വന്നെങ്കിലായി, അതും വർഷങ്ങൾ കൂടുമ്പോൾ. റസ്യ അമ്മയോട് കാണിക്കുന്ന സ്നേഹവും കരുതലും മറ്റുള്ള അമ്മമാർക്ക് വേദനയാവുന്ന കാര്യം റസ്യ മനസ്സിലാക്കണം. ഒപ്പമുള്ളവർക്ക് സന്ദർശകരില്ലാതെ വരികയും ഒരാൾക്ക് മാത്രം വിസിറ്റർ ഉണ്ടാവുകയും ചെയ്യുന്നത് സങ്കടകരമായ അവസ്ഥ തന്നെ അല്ലേ റസ്യ? അതെ, ഐ ആം സോ സോറി. റസ്യ ഇനി മുതൽ നിരന്തരം ഇവിടെ വരരുത്. ആ സ്വാമി പറഞ്ഞാലും കാര്യമില്ല റസിയ, അതിലൊരു സത്യമല്ലേ, അല്ലാതെ നിന്നോടുള്ള വെറുപ്പ് കൊണ്ടൊന്നല്ല. എന്നും അമ്മയെ കാണാനൊരു അനുമതി, അതെനിക്കിനി ചോദിക്കേണ്ട സ്വാമിയോടല്ല, എൻ്റെ മച്ചയോടാ. ഞാനോ? ഞാൻ വിചാരിച്ച എന്ത് നടക്കാനാ? നടക്കും. മച്ച എതിര് പറഞ്ഞില്ലെങ്കിൽ നടക്കും. അല്ല, അവരെ വീണ്ടും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നാണോ നീ പറയുന്നത്? അല്ല. പിന്നെ? അത് അമ്മയ്ക്ക് നമുക്കൊരു വീട് വെച്ച് കൊടുത്താലോ? എൻ്റെ പേരിലുള്ള 30 സെന്റ് സ്ഥലത്തിൽ നിന്ന് ഒരു 3 സെന്റ് മച്ചയുടെ സമ്മതം എന്നൊരു വാക്ക് മാത്രം മതി എനിക്ക്. ഇനിയിപ്പോൾ ഞാനതിന് അനുവാദം തന്നൂന്ന് വയ്ക്കുക, പക്ഷേ ഈ ഭൂമി മാത്രം ഉണ്ടായിട്ട് എന്താ കാര്യം? അതിനകത്തൊരു വീട് വയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ ചില്ലറ കാര്യമാണോ? മാർഗമുണ്ട് മച്ചാ. സർക്കാരിൻ്റെ ഭവന നിർമ്മാണ പദ്ധതിയില്ലേ, 1 ലക്ഷത്തിന് മേൽ കിട്ടും. നമുക്കതിനകത്ത് നിന്നുകൊണ്ട് പണി തീർക്കാം. ഓ, അപ്പോൾ നീയെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലേ? അമ്മയെ നമ്മുടെ കൺവെട്ടത്ത് കിട്ടാൻ ഞാൻ നോക്കിയിട്ട് മറ്റൊരു മാർഗവും ഇല്ല മച്ചാ. നിന്റെ പേരിലുള്ള വസ്തു, അതിലെന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. അതിനെൻ്റെ അനുവാദം എന്തിനാ? എൻ്റെ മച്ച അങ്ങനെ പറയരുത്. ഇക്കാര്യത്തിൽ വെറും ഒരു സമ്മതമല്ല, മച്ചയുടെ പൂർണ്ണ മനസ്സാണ് എനിക്ക് വേണ്ടത്. നിന്നെ നിക്കാഹ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന രാത്രി നമ്മൾ രണ്ടുപേരും ചേർന്നെടുത്തൊരു തീരുമാനം എന്താ? മരിക്കും വരെ
നമുക്ക് രണ്ടുപേർക്കും ഒരഭിപ്രായമേ പാടുള്ളൂ അല്ലേ? റസിയ എടുത്ത തീരുമാനം വളരെ ശരിയാണ്. ഒരു മുസൽമാൻ ഒരിക്കലും സമൂഹത്തിന് ദൂഷ്യമുണ്ടാക്കുന്നതൊന്നും ചെയ്യാൻ പാടില്ല. കരുണ ചെയ്യുന്നവരോട് കാരുണ്യവാനായ തമ്പുരാൻ കരുണ കാണിക്കും. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുവിൻ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്നാണല്ലോ റസൂൽ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇസ്ലാമിൻ്റെ ഈ ആദർശങ്ങളാണ് റസിയ നീ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും അറിയാത്തവരാണ് മോളെ നിനക്കെതിരെ പാഴ്വാക്കുകൾ പറയുന്നത്. നീ ധൈര്യമായി പൊയ്ക്കൊള്ളൂ, പടച്ചോൻ നിന്നോടൊപ്പമുണ്ട്. നിന്റെ ഇഷ്ടത്തിന് ദാനധർമ്മം ചെയ്യാൻ നീ അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമിയൊന്നും അല്ലിത്. നമ്മുടെ ഉപ്പ ഒരു പുരുഷായുസ് മുഴുവൻ വേർത്തുണ്ടാക്കിയ മുതലാ നീ ഒരൊറ്റ വിരലടയാളം കൊണ്ട് ഏതോ ഒരു സ്ത്രീക്ക് തീരെ എഴുതി കൊടുത്തത്. തിരുത്തണോക്ക, അമ്മ എനിക്ക് വെറും ഒരു സ്ത്രീയല്ല. പിന്നെ ആരാ? ഇതൊക്കെ കേട്ടിട്ട് അളിയൻ നാവും പൂട്ടി നിപ്പാണോ? ഇറച്ചിക്കത്തി പിടിക്കുന്ന അളിയനെ ഞാനൊരു പെങ്കോന്തനായിട്ടല്ല കണ്ടുവന്നത്. ബഷീറെ, ഭാര്യമാരെ എതിർക്കുന്നത് മാത്രമാണ് ആണത്തൊന്ന് താൻ കരുതുന്നുണ്ടെങ്കിൽ അതെൻ്റെ കുറ്റമല്ല. റസിയായെ ഞാൻ പിന്തുണയ്ക്കുന്നത് അവൾ പറയുന്നതിലും ചെയ്യുന്നതിലും കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. ഓഹോ, അപ്പൊ അങ്ങനെ ഒരു വക്കാലത്ത് ഒപ്പിട്ട് വാങ്ങിച്ചിട്ടാണല്ലേ ഈ നാടകം കളി? അത് ഞാൻ അറിഞ്ഞില്ല. വരട്ടെ പെങ്ങളെ, വരട്ടെ കളിയാ. ആ കാണുന്ന സ്ഥലമാ പഞ്ചായത്ത് ഏറ്റെടുക്കുന്നത്. മെമ്പറെ, വീട് പണി എവിടം വരായി? ആ, അടുത്ത ആഴ്ച മിക്കവാറും പാല് കാച്ചാൻ പറ്റും. ശരിയെന്നാ. അതൊക്കെ പറയാവുന്നേ, സമയം കിടക്കുന്നതല്ലേ ഉള്ളൂ. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് ലാൻഡ് ചെയ്തതല്ലേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, എന്നതാടി വസുമതി നിന്റെ മുഖത്തൊരു ചവിളിച്ച? അതെ, അങ്ങ് ദുബായി പോയി മരുമോന്റെ കൂടെ വിലസിയപ്പോഴേ ഇവിടെ നടക്കുന്ന എന്തായിരുന്നു കൂടി തിരക്കണമായിരുന്നു. അതെന്നതാടി വസുമതി ഒരുമാതിരി മൊനവെച്ച സംസാരം? അറിഞ്ഞ വാർത്തകളൊന്നും അത്ര രസമുള്ളതല്ല. എന്നതാടി വസുമതി, നീ കാര്യം എന്നാ അങ്ങോട്ട് തെളിച്ചു പറ. പ്രസിഡന്റ്, റസിയ പണി പറ്റിച്ചു. ആ നമ്പൂതിരി തള്ളയ്ക്ക് അവള് വെച്ചു കൊടുത്ത വീടിന്റെ പാല് കാച്ചാൻ നാളെ. തന്നോടിതാര് പറഞ്ഞു? ആരെങ്കിലും പറയണോ? അവള് ജനപ്രിയ താരമാവാൻ പോയല്ലോ പ്രവാരണ. പടിഞ്ഞാറ്റിങ്കര ഹിന്ദുക്കളുടെ കോർട്ടിൽ കയറി ഗോൾ അടിക്കാനുള്ള കളിയായത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരൊറ്റ കളി കൊണ്ട് നായരും നമ്പൂരിയും നസ്രാണി ഈഴവനും മാപ്പിള എന്ന് വേണ്ട സകല കണ്ടകടച്ചാണികളെയും അവള് കയ്യിലെടുക്കും. പ്രഭാകരണ്ണ, എതിരാളി പുറത്തല്ല, സ്വന്തം പാർട്ടി തന്നെയാ. ഓർമ്മ വേണം. ആണായിരുന്നെങ്കിൽ വകുപ്പുകൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പം വസുമതിയെ നന്നാവും. ഓം ഗണാനം ത്വാം ഗണപതിം ഹവാമഹേ കവിം കവീനാം ഉപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദ ആനശൃണ്വന്നോദിവി ശീതസാദനം. ഓം തത്സം യോ രാവണീമഹേ പാദം യജ്ഞായ മോളെ, എന്താ അമ്മേ? ഒന്ന് ഇങ്ങോട്ട് വന്നേ, എനിക്കൊരു കൂട്ടം പറയാനുണ്ട്. വരൂ. എന്തിനമ്മേ? വരൂ. എന്താ കാര്യം? മോള് നിൽക്കൂ. ഇതെന്തിനാ? നിൽക്കൂട്ടിയെ, പറയാം. ഇങ്ങോട്ട് തരുമോ?
പൊട്ടട്ടെ. എന്തെങ്കിലും സന്തോഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് മാറട്ടെ. എന്നെ ആര് കണ്ണു വെക്കാനാ അമ്മേ? മോളെ, ശ്രീദേവി എവിടെയുണ്ടോ അവിടെ എല്ലാം മൂദേവിയും പിന്നാലെ ഉണ്ട്. എൻ്റെ കുട്ടിക്കൊരു ദോഷം വരാൻ പാടില്ലേ? എൻ്റെ ലക്ഷ്മി ദേവി ഉണ്ടല്ലോ ഇവിടെ, അപ്പൊ പിന്നെ ഒരു മൂദേവി എൻ്റെ അടുത്തേക്ക് വരില്ല. ആ അമ്മേ, ദേ മച്ച വിളിക്കുന്നു. ദേ വന്നു. റസിയ, ഇശാബാങ്ക് കഴിഞ്ഞു, കുട്ടികൾക്ക് ഉറക്കം വന്നു തുടങ്ങി. നീ ഇറങ്ങാൻ നോക്കിയേ. എന്താ വല്ല എടുക്കാണ്ട? അല്ല അല്ല മച്ച, ഞാൻ കൂടി വന്നാലെങ്ങനാ? അമ്മ ഇവിടെ ഒറ്റയ്ക്കല്ലേ? ഓ, അത് ശരി. അപ്പോ ഇനി അങ്ങോട്ട് ഇന്നൊരു ദിവസത്തേക്കല്ലേ മച്ച? അതെ റസിയ, ഈ ലോകത്ത് ധാരാളം പാവങ്ങളുണ്ട്. അവരോടൊക്കെ കരുണയും ദയയൊക്കെ കാണിക്കാം. പക്ഷെ അത് ഈ കുടുംബത്തെ മറന്നിട്ടാവരുത്. വാ മക്കളെ, നമുക്ക് പോവാം. മച്ച, ഇഷ്ടമുള്ളവരെ സങ്കടപ്പെടുത്തിയിട്ട് നമ്മൾ മാത്രം സന്തോഷിക്കുന്നത് ശരിയാണോ മോളെ? അമ്മ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് എനിക്കങ്ങനെ. പക്ഷെ മോക്ക് ഞാനൊരു അമ്മയാവാനേ പാടുള്ളൂ, ബാധ്യതയാവരുത്. എനിക്ക് ആരെയും നഷ്ടപ്പെടരുത്, എല്ലാരെയും വേണം. ഞാനും കൊതിച്ചിട്ടുണ്ട് ഒരു മനുഷ്യായുസ് മുഴുവൻ. പക്ഷെ എനിക്ക് എൻ്റെ മോളെ കിട്ടിയപ്പോൾ ആയുസ് തീരാറായി. അമ്മ എന്തിനാ ഈ ആയുസ്സും മരണവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? നമുക്കിനി ഒത്തിരി കാലം ഒരുമിച്ച് ജീവിക്കേണ്ടതല്ലേ? ആ, ഈശ്വരൻ എന്തൊക്കെയാ കൂട്ടിക്കിഴിച്ച് വെച്ചിരിക്കണമെന്ന് അറിയില്ലല്ലോ എൻ്റെ കുട്ടിയെ. ചേട്ടാ, നമ്മുടെ മെമ്പർ റസിയ ബേബിയുടെ വീട് എവിടെ? ഓ, നമ്മുടെ റസിയ ബേബി ഇവിടുന്ന് നേരെ ചെന്നാ 4 കൂടിയ ഒരു കവല, അവിടുന്ന് ഇടത്തോട് പോയാൽ. ക്ഷമിക്കണം, നിങ്ങളെ നിഷേധിക്കുകയാണെന്ന് കരുതരുത്. വാർത്തയിൽ ഇടം നേടാനോ പ്രശസ്തിയാകാനോ വേണ്ടി ചെയ്തതൊന്നുമല്ലിത്. സർവശക്തനായ അള്ളാഹു എന്നെ നിയോഗിച്ചു, ഞാനത് പൂർത്തിയാക്കി. ദയവായി ഞങ്ങളെ ഒഴിവാക്കണം. ഒരു എക്സ്ക്ലൂസീവ് സ്റ്റോറി ഫ്ലാഷ് ചെയ്യാൻ വേണ്ടി റസിയ ബീവിയെ ഞങ്ങൾ പ്രശംസിക്കുകയോ പ്രലോഭിപ്പിക്കുകയല്ല. ഒക്കെ എനിക്ക് മനസ്സിലാവും, എന്നാലും അത് വേണ്ട. നിങ്ങളുടെ ഇന്റർവ്യൂ ഇല്ലാതെ ഞങ്ങളിത് റിപ്പോർട്ട് ചെയ്താൽ ലോകത്ത് എവിടെയെങ്കിലും ഇത് സംഭവിക്കുമെന്ന് കാഴ്ചക്കാർ ചോദിച്ചേക്കാം. ലോകം അറിയേണ്ട ഒരു മാതൃകയാണിത്. റസിയ ബീവി മടി പറയരുത്. ഇല്ല കുട്ടിയെ, മടി പറയില്ല. എൻ്റെ കുട്ടി ചെയ്ത നന്മയും കാരുണ്യം ലോകം അറിയിച്ച ഞാൻ പറയാം. എന്താച്ചാ ചോദിച്ചോളൂ, പറയാം. നമസ്കാരം, ജീവകാരുണ്യത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറെ എപ്പിസോഡുകളിലായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ജീവിതത്തിന്റെ നാനാതുറകളിലായി നന്മ പ്രവർത്തിക്കുന്നവരെയാണ്. ആകസ്മികമായി സംഭവിക്കുന്ന പല കാര്യങ്ങളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമാവാറുണ്ട്. ഇത് സ്വന്തം ജീവിതം അവസാനിപ്പിക്കാനായി റെയിൽവേ ട്രാക്കിലേക്ക് എത്തിയ ഒരു അന്തർജനത്തെ ഒരു മുസ്ലിം വനിത കാരുണ്യത്തിന്റെ ജീവസ്പർശവുമായി സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കാഴ്ച. രാമനും റഹീമും രണ്ടല്ല ഒന്നാണെന്ന് പറയുന്ന കാഴ്ച. മനുഷ്യനെ സ്നേഹം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന സത്യം തിരിച്ചറിയപ്പെടുന്ന കാഴ്ച. ടെലിവിഷനിലൂടെ നിങ്ങളുടെ മുന്നിലെത്തുന്ന പല കാഴ്ചകളും ചതിയുടെയും മത്സരത്തിന്റെയും ഒക്കെയാണ്. മാധ്യമപ്രവർത്തനം ഇന്ന് സെൻസേഷണലിസത്തിന് അടിമപ്പെടുന്നു. ഇതാ ശരിയായ പത്രധർമ്മത്തിനായുള്ള ഒരു എളിയ ശ്രമം. റസിയ ബീവിയുടെയും ലക്ഷ്മിക്കുട്ടി അന്തർജനത്തിന്റെയും ജീവിതത്തിന്റെ നേർക്കാഴ്ച. റസിയയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഈ അമ്മയ്ക്കൊരു വീട് വെച്ചു കൊടുക്കണമെന്നുള്ള ആശ ഇവർക്കുണ്ടായിരുന്നു. അതിനായി കുറച്ച് സ്ഥലവും ഇവർക്കുണ്ടായിരുന്നു. എന്നാൽ വീട് വെക്കാനുള്ള പണം അവർ കണ്ടെത്തുകയായിരുന്നു. സർക്കാരിന്റെ ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം വായ്പ ലഭിച്ചതുകൊണ്ടാണ് ഒരു മുറിയും അടുക്കളയും വരാന്തയും അമ്മയുടെ ഒരു ഭവനദാന പദ്ധതി. ഇറങ്ങാം. കുറച്ചുകൂടെ മുമ്പേ ഇതിനൊരു തീരുമാനം എടുക്കേണ്ടിയായിരുന്നു. അതെങ്ങനെയാ ഇവന്മാര് സമ്മതിക്കണ്ടേ? കഴിഞ്ഞ പൊതുയോഗത്തിൽ ഞാൻ ഒരൊറച്ച തീരുമാനം എടുത്തോണ്ടാണ് ഇപ്പൊ ഇത് നടന്നത്. വാ ആരെയും കാണുന്നില്ലല്ലോ. ആരും ഇല്ലേ ഇവിടെ? ആരാ?
ഞാൻ പ്രസിഡന്റ്, ഇത് സെക്രട്ടറി, ട്രഷറർ, വൈസ് പ്രസിഡന്റ്. ഓ കേറിയിരിക്കേ. ഞങ്ങളെ അന്തർജനത്തിന്റെ കാര്യം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. കൊണ്ടുപോകാനാ വന്നത്. എങ്ങോട്ട്? അതൊക്കെ പൊതുയോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഇതുവരെ കഴിഞ്ഞതുപോലെ ഞാൻ അങ്ങോട്ട് കഴിഞ്ഞോളാം. അന്വേഷിച്ചു വന്നതിന് നന്ദിയുണ്ട്. അപ്പൊ പൊതുയോഗത്തിൽ എന്ത് പറയും? എനിക്ക് ഇവിടെ ഒരു കുഴപ്പവും ഇല്ല, സുഖാണെന്ന് അങ്ങോട്ട് പറഞ്ഞോളൂ. അപ്പൊ ഞങ്ങളുടെ കൂടെ വരുന്നില്ല? ഇല്ല. വാ നമുക്ക് പോ. മുതുക്കിന്റെ ഒക്കെ ഒരു അഹങ്കാരം. അല്ലേലും ഈ തള്ള നമ്മുടെ സമുദായത്തെ മൊത്തം നാട്ടിലിട്ട് ഭണ്ഡാരമാണ്. വൃദ്ധയുടെ പേരിൽ പഞ്ചായത്ത് മെമ്പറെ വിസ്തരിച്ച് വായിച്ച പ്രകാശ, നല്ല ചൂടുള്ള വിഷയമാ. ഇങ്ങനെ ഒരു കച്ചവടം കൂടി ഇവിടെ നടക്കുന്നുള്ള കാര്യം ഇപ്പോഴല്ല ഞങ്ങളൊക്കെ അറിയുന്നത്. എന്തായാലും സംഗതി വേഷായി. അത് ശരിയാണോ പ്രകാശ? ഇച്ചിരി തൂറാതെ ഇച്ചിരി നാറത്തില്ലല്ലോ. സത്യം എന്താണെന്ന് അറിയുന്നവരെ അതാ ബോർഡിന്റെ നെഞ്ചത്തിൽ എഴുതോട്ടെ. വീണ്ടരുത്. നീയൊക്കെ ആരുടെ ആളാണെന്ന് എനിക്കറിയോടാ. അന്തിക്കൊയ്ത്ത് കഴിഞ്ഞ് വരുന്ന പെണ്ണുങ്ങളെ ഇടവഴി വെച്ച് കയറി പിടിച്ചിട്ടോടുന്ന നീയാണോടാ ന്യായം പറയുന്നത്? റസിയ മെമ്പറെ ഈ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാത്ത ഈ നെറുകേട് ഇവിടെ ഒട്ടിച്ച ഏത് തെണ്ടിയാണെങ്കിലും പ്രകാശനവനെ കണ്ടിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ, ആ പാവം വൃത്തിയുടെ കാലശേഷം ആ വീട് റസിയാത്ത അഭയാഭവൻ എഴുതി കൊടുത്തിരിക്കുന്ന കാര്യം വേണമെങ്കിൽ നീയൊക്കെ ഒന്ന് അറിഞ്ഞോടാ. കണ്ടില്ലേ, അന്തിപത്രങ്ങളൊക്കെ ആഘോഷിക്കുക. ഇതാ റസിയ ലോകം. നന്മ ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം. പ്രഭാരം തന്നെ അതിന്റെ പിന്നിൽ. ഇവിടെ ഇതൊന്നും നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. തെറിക്കുത്തരം മുറിപ്പത്തൽ, അതാ ഇക്കാലത്ത് നല്ലത്. പ്രകാശ, നീ വേണ്ടാത്തൊന്നും ആലോചിച്ച് കൂട്ടണ്ട. അല്ലെങ്കിൽ നിനക്ക് ഇത്തിരി എടുത്തിയേട്ടം കൂടുതലാ. എനിക്കറിയാം എന്താ ചെയ്യേണ്ടെന്ന്. പ്രകാശ് മച്ചാ പറയൂ. എന്താ അമ്മേ ലൈറ്റ് ഇടാതെ? എന്താ പറ്റിയേ? എന്താ പറ്റിയേ? ഇരുട്ടത്തിരുന്ന് എന്താ ആലോചിക്കുക? ദേ അമ്മ ഇങ്ങനെ മിണ്ടാവൃതം ഇരുന്ന എനിക്ക് സങ്കടാവും കേട്ടോ. എണീറ്റേ, നമുക്ക് അകത്ത് പോവാം. എൻ്റെ കുട്ടി എന്തിനാ ഇങ്ങനെ സഹിക്കണേ? ഒന്ന് കരഞ്ഞു കണ്ടിരുന്നതിലും സങ്കടമില്ലായിരുന്നു. അരുതമ്മേ, അമ്മ കരയരുത്. പടച്ചതമ്പുരാൻ നമ്മളെ ഒന്നിച്ച് ചേർത്തത് കരയാനല്ല, കരയാതിരിക്കാനാ. അമ്മ എണീറ്റേ, വന്നേ എണീക്ക്. എൻ്റെ പനയന്നൂരമ്മേ, സങ്കടങ്ങളെല്ലാം എനിക്ക് തന്ന് എൻ്റെ കുട്ടിയെ വെറുതെ വിടണേ. അമ്മ ലൈറ്റ് ഇടട്ടെ. അപ്പോൾ ഗുഡ് നൈറ്റ്. ഓക്കെ, നന്നാവും. ആരാടാ അത്? ഞാനാ പ്രഭാകരേട്ടാ, തൃത്തേരി പ്രകാശന. പ്രകാശനാന്ന്? നീ ഇപ്പൊ എവിടെ നിന്ന് വരുന്നടാ? അതെ, ഈ മുല്ലപ്പെരിയാർ പ്രശ്നത്തില് കേരളവും തമിഴ്നാടും തമ്മിൽ നടക്കുന്ന ഉഭയകക്ഷി ചർച്ച കഴിഞ്ഞിട്ട് തിരിച്ചു. എന്നിട്ട് സാറ് തീരുമാനം എടുത്തോ? തീരുമാനം എടുത്തു. അതെന്തുവാടാ? നിന്നെ ഞാൻ പുറത്തു പറയാൻ കൊള്ളാത്ത എത്രയോ രഹസ്യങ്ങൾ ചുമന്ന് നടക്കുന്ന തലച്ചോറാ ഇത്. ഇതുകൂടെ അവിടെ കിടന്നോട്ടെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ റൈറ്റ്. കാണിച്ചു തരാവിടാ. പിടിച്ചേ. ഉമ്മ പഞ്ചായത്തിൽ നിന്ന് വരുമ്പോ നമുക്ക് മുത്തശ്ശിയുടെ അടുത്ത് പോവാം. അത് ശരിയാ.
നാളെ നമുക്ക് പഠിത്തമില്ലല്ലോ. ഇന്ന് നമുക്ക് മുത്തശ്ശിയുടെ കൂടെ താമസിക്കാം. അതിന് ഉമ്മ സമ്മതിക്കോ? പിന്നെ ഉമ്മ സമ്മതിക്കും. അമ്മേ, ആ ആ രമണിയോ? വരൂ. ഇന്നലെ വരണമെന്ന് വിചാരിച്ചതാ. അപ്പോഴാ എനിക്കൊരു ജലദോഷം. ആഹാ, റസിയാത്ത വന്നില്ലേ അമ്മേ? ഓ വന്നൂലോ, ഇപ്പം അങ്ങോട്ട് പോയതേ ഉള്ളൂ. രമണി അറിഞ്ഞോ ഇവിടുത്തെ വിശേഷങ്ങൾ? അറിഞ്ഞമ്മേ. ഞാൻ കാരണം പാവം എൻ്റെ കുട്ടി. സാരില്ലമ്മേ, ഈശ്വരൻ കാണുന്നില്ലേ എല്ലാം. റസിയാത്തെ ദൈവം നോക്കിക്കോളും. മച്ചാ, ആ എന്താ? പല പ്രാവശ്യമായിട്ട് അമ്മ പറയുന്നു കുടുംബക്ഷേത്രത്തിലൊന്ന് പോയി തൊഴണമെന്ന്. എപ്പോഴാ? നാളെ തന്നെ പോകണമെന്നാണ് വിചാരിക്കുന്നേ. ആയിക്കോട്ടെ, അലയപ്പം ഇവിടെ ഉണ്ടായാലെന്താ, പോയാലെന്താ? പഴയതുപോലെ നിന്നെ എനിക്കിപ്പോൾ കാണാൻ കിട്ടാറില്ലല്ലോ. അങ്ങനെ പറയല്ലേ മച്ചാ. ഈ ഭാഗത്താണോ? അമ്മ വരും. ആ പോട്ടെ പോട്ടെ. ഇനി അമ്മ പോയി തൊഴുതിട്ട് വരും, ഞാനിവിടെ നിൽക്കാം. നാരായണ 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 തിരുവേനിയേ, ഒരു പുഷ്പാഞ്ജലി. നക്ഷത്രം റസിയ. റസിയേ? റസിയ. ഓ, അങ്ങനെ അങ്ങോട്ട് എഴുതിക്കോളൂ. എൻ്റെ പനയന്നൂരമ്മേ, രസ്യാമോളെ കുടുംബത്തെയും കാത്തോണേ. അവർക്കൊരാപത്തും വരുത്തരുത്.
യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചതല്ലേ, അമ്മ നേരത്തെ കിടന്നോളൂ. ഒരു ക്ഷീണമല്ല കുട്ടിയെ, ആകെ ഒരു ഉന്മേഷം. എൻ്റെ കുട്ടിയെ കൊണ്ട് പനയന്നൂരമ്മയുടെ നടക്കിൽ ചെല്ലാന്ന് ഞാൻ നിരീക്ഷിച്ചിരുന്നീ. അത് സാധിച്ചൂലോ. ഇതിപ്പരം സുഹൃതം വേറെ എന്താ കിട്ടാനല്ലേ? കിടന്നോളൂ. ആ നാരായണ കൃഷ്ണ ഈശ്വര, കിടന്നോളൂ. നാരായണ നാരായണ. അല്ലാ, സുബഹി നമസ്കാരം മുടങ്ങിയല്ലോ. ആഹാ, അമ്മ ഇതുവരെ എണീറ്റില്ലേ? അമ്മേ, അമ്മേ, ഇതെന്തുറക്കോ അമ്മേ? ദേ പതിവൊക്കെ തെറ്റിച്ചല്ലോ അമ്മേ. ഇന്ന് എന്തുറക്കോ ഇങ്ങനെ അമ്മയ്ക്ക്? അമ്മേ, പനിയൊന്നുമില്ലല്ലോ അമ്മേ? അമ്മേ, 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 അല്ലാ, അമ്മേ, 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 അല്ലാ. പ്രകാശം പോയിട്ടുണ്ട് അവരുടെ ഇല്ലത്തേക്ക്. ഇത്ര നാള് റസിയുടെ കൂടെയല്ലേ താമസിച്ചത്, അതുകൊണ്ട് ദയിപ്പിക്കുന്നില്ല, കുഴിച്ചിട്ടായിരിക്കും. എന്റെ പൊന്നു മാഷേ, ഒരാൾ മരിച്ചാലെങ്കിലും വെറുതെ വിട്ടുകൂടെ? അല്ല, ഞാനെന്തോന്ന് പറഞ്ഞെന്നാ? എന്തായി? അവര് വരാൻ തയ്യാറായതാ. പക്ഷെ അവിടുത്തെ മൂത്ത മരുമോൻ നമ്പൂരി വിലക്കി. കബറടക്കിയാലും അയാൾക്ക് പരാതിയില്ലെന്ന് പറഞ്ഞു. പ്രകാശ, പാടില്ല പ്രകാശ, എല്ലാ ചടങ്ങുകളും നടത്തണം. ഇത്ര വിഷമിക്കാതെ. സദനത്തിന്റെ സ്വാമി പുറപ്പെട്ടിട്ടുണ്ടല്ലോ, അദ്ദേഹം വരട്ടെ. ഒരു പോംവഴി സ്വാമി കണ്ടെത്താതിരിക്കില്ല. സ്വാമി, എൻ്റെ അമ്മയെ വിധിയാമണ്ണം സംസ്കരിക്കണം. അതെനിക്ക് സാധിച്ചു കൊടുത്തേ പറ്റൂ. അജ്ഞാദാനം ചെയ്യാൻ ഒരു പിണ്ടകർത്താവ്, അതാണ് നമുക്ക് വേണ്ടത്. അതും അമ്മയ്ക്ക് പ്രിയപ്പെട്ട ഒരാൾ. ഞാൻ എൻ്റെ അബു മതിയോ സ്വാമി? സംശയമെന്ത്? അതിന് റസിയുടെ മാത്രം. എന്നെ മച്ചാ സമ്മതിക്കണം, എതിര് പറയരുത്. നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയല്ലേ. അതിപ്പോ ഞാൻ എനിക്കൊന്നും അറിയില്ലേ. അല്ലാ, പതുക്കെ. നടന്നോളൂ.
മോൻ ഇടതുകാല് കുന്തിച്ച് അവിടെ ഇരുന്നോളൂ. എന്തൊക്കെ തോന്നിയാസങ്ങളാണ് നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നത്? തീരെ വകതിരിയില്ലേ സ്വാമി നിങ്ങൾക്ക്? സ്വാമി, ഇത് വളരെ അതിരുകടന്ന പ്രവൃത്തിയായിപ്പോയി. ഞങ്ങളൊരു സമുദായത്തെ മുഴുവൻ വേദനിപ്പിച്ചും വെല്ലുവിളിച്ചും വേണോ ഈ വൃദ്ധയുടെ ശവമടക്ക് നടത്താൻ? ആണോന്ന് എന്റെ പെങ്ങളുടെ മോനെ കൊണ്ട് ഇങ്ങനെ ഒരു കർമ്മം ചെയ്യിക്കാൻ ഞാൻ സമ്മതിക്കില്ല. റസിയ ഇങ്ങനൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു. ഞാൻ അങ്ങോട്ട് വഴങ്ങിയെന്ന് മാത്രം. റസിയ അവക്ക് ഭ്രാന്ത. എവിടെ അളിയൻ? എൻ്റെ റസിയ മോൾ അറിയാൻ, മോളുടെ കൂടെയുള്ള ഈ ജീവിതം ഒരിക്കലും അവസാനിക്കരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്നാൽ ഒരു ദിവസം ഇവിടുന്ന് പോകേണ്ടി വരുമല്ലോ. ഞാൻ മൂലം എൻ്റെ കുട്ടി അനുഭവിച്ച പ്രയാസങ്ങൾ എൻ്റെ മരണശേഷവും തുടരാതിരിക്കാനാണ് ഈ തീരുമാനം. എൻ്റെ കുട്ടിയോട് നേരിട്ട് പറയാനുള്ള വിഷമം കൊണ്ട് ഞാനിത് രമണിയെ ഏൽപ്പിക്കുന്നു. തീവണ്ടിക്കടിയിൽ ചിന്നിച്ചിതറിപ്പോകേണ്ട ഈ ശരീരം ഒരു മതത്തിൻ്റെയും കർമ്മങ്ങൾക്കായി വിട്ടുകൊടുക്കരുത് മോളെ. എൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യണം. ശരീരം മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് വിട്ടുകൊടുക്കണം. ദാനം ചെയ്യുന്ന കണ്ണുകളിൽ കൂടി എനിക്ക് പിന്നെയും എൻ്റെ മോളെ കാണാമല്ലോ. ഈ ആഗ്രഹം കൂടി എൻ്റെ കുട്ടി സാധിച്ചു തരണം. ഈ അമ്മയുടെ അപേക്ഷയാണ്. അടുത്ത ജന്മത്തിലും എനിക്കെൻ്റെ പൊന്നുമോട് അമ്മയായാൽ മതി. ഈശ്വരൻ രക്ഷിക്കട്ടെ. എൻ്റെ മോക്ക് അമ്മയുടെ ഉമ്മ.